ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. മേഡം ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് രാജു ഋതികയെ കട്ടിലോട്ട് കിടത്തി ഷീറ്റൊക്കെ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തുന്നുണ്ട്. എന്നിട്ട് രാജു പതുക്കെ എഴുന്നേറ്റ് ജനലിൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് പറയുക, അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ മേഡത്തെ കല്യാണം കഴിച്ചത്. അത് സത്യം തന്നെയാണ്. അത് തുറന്ന് പറയാതിരുന്നത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് മേഡം എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ തട്ടിത്തന്നെയാണ്. എനിക്ക് മേഡത്തെ ഒരുപാട് ഇഷ്ടമാണ്. ദൈവമാണ് നമ്മളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തത്. പാവം ഋതിക ഇതൊന്നും കേൾക്കുന്നില്ല. ഋതിക നല്ല ഉറക്കത്തിലാണ്. ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനിലോട്ട് നോക്കിയിട്ട് രാജു പറയുക, പൂർണ്ണചന്ദ്രനിൽ എൻ്റെ മുഖം കണ്ട് പ്രണയിച്ച എൻ്റെ പെണ്ണെ, നിന്റെ മുഖവും ഞാൻ ആ അമ്പിളിയിൽ കണ്ടിരുന്നു. എൻ്റെ പെണ്ണെ, എനിക്ക് നിന്നോട് പ്രണയമാ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു, നിന്നെ മാത്രം. ഋതു എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി മുതൽ ഞാൻ എൻ്റെ പെണ്ണിനെ ഋതു എന്ന് മാത്രമേ വിളിക്കൂ. ഋതു എന്നും വിളിച്ചുകൊണ്ട് രാജു ഇങ്ങനെ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഋതിക നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കിടക്കുന്ന ഋതികയെ നോക്കി രാജു ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുവാണ്. ഈ സമയം അവരുടെ ബെഡ്റൂമിന്റെ വാതിക്കൽ ഒളിഞ്ഞു നിൽക്കുന്ന കൊച്ചമ്മണി മനസ്സിൽ പറയുന്നു, അത് കലക്കി. ഈ കൊച്ചമ്മണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അത് അതുപോലെ ചെയ്തിരിക്കും. ആ സമയത്ത് അവിടേക്ക് വന്ന വേണുവേട്ടൻ കൊച്ചമ്മണിയെ കണ്ട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുവാണ്. ദേ തള്ളേ, നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? പിള്ളേരുടെ കിടപ്പുമുറിയുടെ വാതിക്കൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നു. എന്തോന്ന് പേക്കൂത്താ തള്ളേ നിങ്ങൾ ഈ കാണിക്കുന്നത്? അയ്യോ, ഞാൻ ഒളിച്ചു നിന്നതല്ല ആശാനെ. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ഇത്ര വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കരുതേ. എന്തോ ശബ്ദം കേട്ട് എന്താണെന്ന് നോക്കാൻ വന്നതാ ഞാൻ. അത്രേ ഉള്ള ആശാനെ. പൊയ്ക്കോ ഇവിടുന്ന്. നിങ്ങളോട് വർത്താനം പറഞ്ഞാലേ ഞാൻ അഴുക്കായി പോവും. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞത് കേട്ട് കൊച്ചമ്മണി അങ്ങ് പോവുകയാണ്. വേണുവേട്ടൻ സ്വയം പറയുക, ദൈവമേ, ഈ വൃത്തികെട്ട ജന്തുക്കളെയൊക്കെ സഹിക്കേണ്ട ബാധ്യത കൂടി എനിക്കായിപ്പോയല്ലോ. അങ്ങനെ റൂമിലോട്ട് വന്ന കൊച്ചമ്മണി പറയുക, അങ്ങനെ എൻ്റെ ആദ്യത്തെ പാര ഒന്നാം തരമായിട്ടങ്ങ് ശരിയായി. ഒടിയുമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഒടിഞ്ഞില്ല. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുണ്ടാക്കിയ ഒരു ചിന്ന പാരയല്ലേ. ഇനിയാണെങ്കിൽ മഹാപാരകളുടെ പ്രചാരണമാ നടക്കാൻ പോകുന്നത്. കൊച്ചമ്മണി അങ്ങനെ ചെയ്ത പാരയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുവാണ്. വാതിക്കലിറങ്ങി നിന്ന് രാജു ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ നോക്കുന്നത് സംശയത്തോടുകൂടി നമ്മുടെ കൊച്ചമ്മണി നോക്കി നിന്ന് കാണുവാണ്. ഇവൻ എന്തോന്നാ ഈ മാനത്തോട്ട് നോക്കി നിൽക്കുന്നത്? ഇപ്പം മാങ്ങാ പഴുക്കുന്ന സമയമാണോ? മാങ്ങാ പഴുക്കുന്ന കാലമൊന്നും ആയില്ലല്ലോ. ഇനി ഇവൻ ചന്ദ്രനിലോ മറ്റോ പോകാൻ പോവാണോ? രാജു ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് പറയുക, ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിനോട് എൻ്റെ പ്രണയം തുറന്നു പറയും. അത് കൊച്ചമ്മണി കേൾക്കുന്നുണ്ട്. കൊച്ചമ്മണി എന്നിട്ട് പറയാം, ആഹാ, നീ നിന്റെ പ്രണയം തുറന്ന് പറയാൻ പോകുന്നതേ ഉള്ളോടാ. എന്നാൽ അത് ഞാൻ ഇപ്പം ശരിയാക്കി തരാവടാ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അടുക്കളയിലോട്ട് പോവുക. അപ്പോൾ രാധമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്നിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോണ്ടിരിക്കുക. എന്താ രാധമ്മേ, രാധമ്മ പാത്രം കഴുകുവാണോ? അതേമ്മേ, അമ്മയ്ക്ക് വല്ലതും വേണോ? ഏയ്, എനിക്കൊന്നും വേണ്ട രാധമ്മേ, ഞാനിപ്പം വെള്ളമെടുക്കാൻ വന്നതാ. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ പാലിരിക്കുന്നു. അത് കണ്ടിട്ട് കൊച്ചമ്മണി ചോദിക്കുന്നു, അല്ല, ഈ പാലാർക്കാ രാധമ്മേ? അത് ഋതിക മോൾക്കാ. ചൂടായതുകൊണ്ടേ അത് തണുക്കാൻ അവിടെ വെച്ചിരിക്കുക. എന്താ, അമ്മയ്ക്ക് പാല് വേണോ? അയ്യോ, എനിക്ക് പാല് വേണ്ട രാധമ്മേ. ഒടുക്കലത്തെ ഗ്യാസ് കയറി പിന്നെ വെളുക്കുന്നവരെ ഓങ്കാരം ജപിച്ചുകൊണ്ട് കിടക്കണം. അങ്ങനെ കൊച്ചമ്മണി രാധമ്മയുടെ കണ്ണ് വെട്ടിച്ച് ആ പാലിലോട്ട് ഏതോ ഒരു ഗുളിക ഇങ്ങനെ പൊടിച്ചിടുന്നുണ്ട്. സ്ലീപ്പിംഗ് പിൽസ് ആയിരിക്കും. എന്നിട്ട് കൊച്ചമ്മണിയുടെ കൈവിരൽ കൊണ്ട് തന്നെ ആ പാലൊക്കെ ഇങ്ങനെ കലക്കി വെക്കുന്നുണ്ട്. ഇതൊന്നും പാവം രാധമ്മയോട്ട് കാണുന്നതുമില്ല. അങ്ങനെ കൊച്ചമ്മണി കൈയിട്ട് പാലിലൊക്കെ മരുന്നൊക്കെ കലക്കി വെച്ചിട്ട് പറയുന്നു, ഇന്ന് നീ പ്രണയം പറയും, അത് കേൾക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് പുഞ്ചിരിക്കുവാണ്. എന്നാലേ രാധമ്മ പാത്രം കഴിക്കോ, ഞാനേ കുടിക്കാൻ ഈ വെള്ളം കൂടെ എടുത്തോണ്ട് പോവുകയാണ് എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കൊച്ചമ്മണി അങ്ങനെ ബെഡ്റൂമിൽ വന്നിട്ട് പറയുക, ഇങ്ങനെ ദിനം പ്രതി ഓരോരോ പാരകൾ കണ്ടുപിടിച്ചങ്ങ് ചെയ്യണം. അംബികയുടെ മുഖം പ്രസാദിക്കുകയും ചെയ്യും. എൻ്റെ അക്കൗണ്ടിലോട്ട് നല്ല പൈസയും വരും. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണി, എന്തൊരു സുഖമായി പണി ചെയ്യുന്നതിന്. ഇനി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങനെ ഉറങ്ങാൻ കിടക്കുവാണ്. അംബിക മുറിയിൽ വന്ന് ദീപക്കിനോട് പറയുക, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കൊണ്ട പെൺപിള്ളാരുടെ പുറകെ നടക്കരുതെന്ന്. അയ്യോ എൻ്റെ അമ്മ, അയാൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് തന്നെയാ ആ സാന്ദ്രയെ തന്ത്രപൂർവ്വം കയ്യിലെടുത്തത്. അതെ, ഋതികയുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറിയാനും ആ നശിച്ചവൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. എടാ, എന്നിട്ട് പ്രതാപൻ അങ്ങനല്ലല്ലോ പറഞ്ഞത്. നീ നടുവഴിയിൽ വെച്ച ആ പെണ്ണുപാട്ട് റൊമാൻസ് ആയിരുന്നാണല്ലോ. അമ്മേ, അയാൾ അതും പറയും, അതിനപ്പുറവും പറയും. അയാളൊരു സ്ത്രീ വിദ്വേഷിയാ. കൂടെയുണ്ടായിരുന്ന സുന്ദരിയായ ഭാര്യയെ കളഞ്ഞ സ്ത്രീ വിരോധി.
സ്ത്രീകളുടെ അടുത്തു നിന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ അതിൽ അവിഹിതം കണ്ടെത്തുന്ന യൂസ്ലെസ്. ഇയാളെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയവൻ്റെ തലക്കിട്ടടിക്കണം. അതൊക്കെ കേട്ടിട്ട് അംബിക പറയുക, അപ്പോൾ പ്രതാപൻ പറഞ്ഞത് നുണയാണെന്നാണോ നീ പറയുന്നത്? പിന്നല്ലാതെ ഈ പെണ്ണുങ്ങളെ കയ്യിലെടുക്കാനേ ചില സൈക്കോളജിയൊക്കെ ഞാൻ പ്രയോഗിച്ച്, അത് സത്യമാ. അതിന് ഇയാൾ ഇങ്ങനെയൊക്കെ കാണേണ്ട കാര്യമുണ്ടോ? അംബിക ദീപക്ക് പറയുന്നതൊക്കെ അങ്ങ് വിശ്വസിക്കുവാണ്. അവരുടെ വിചാരണയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ എൻ്റെ മോനെ തല്ലി, നിന്റെ കർണത്തിട്ടടിച്ച ഓരോ അടിയും എൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത് എന്നും പറഞ്ഞ് അംബിക ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ ദീപക്ക് പറയുന്നു, അതൊന്നും കുഴപ്പമില്ലമ്മേ, സോറി മോനെ എന്നും പറഞ്ഞ് അംബിക ഇങ്ങനെ ദീപക്കിൻ്റെ കവളിലൊക്കെ തലോടിക്കൊടുക്കുവാണ്. അമ്മ വിഷമിക്കണ്ടാമേ, കുഴപ്പമില്ല എന്നൊക്കെ ദീപക്ക് പറയുന്നുണ്ട്. അംബിക പറയുക, ആ ജഗനൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി ഒന്നും അങ്ങോട്ട് വൈകിക്കണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ദീപക്ക് ചോദിക്കുക, എന്തൊക്കെ പ്ലാൻ അമ്മ റെഡിയാക്കി വെച്ചിരിക്കുന്നത്? അംബിക പറയുക, അധികാരവും ബലവും നഷ്ടപ്പെട്ട ഒരു പ്രതാപൻ, ശക്തിയും ആജ്ഞാശക്തിയും ഒന്നുമില്ലാതെ അവനെ ഞാൻ ഒരു മൂലയ്ക്കങ്ങനെ അങ്ങ് ഇരുത്തും. എൻ്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ തകർത്തവനവൻ. ആ അധികാരക്കസേലയിൽ ഇരിക്കേണ്ടത് ഞാനായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാ അവനോടുള്ള എൻ്റെ ഈ പ്രതികാരം. അവൻ്റെ കുടുംബജീവിതം ഞാൻ തകർത്തു. ഇനി രണ്ടേ ലക്ഷ്യങ്ങളെ എൻ്റെ മനസ്സിലുള്ളൂ. അവനെയും അവൻ്റെ മകളെയും ആ രാജുവിനെയും എനിക്ക് ഇല്ലാതാക്കണം. അമ്മയ്ക്ക് വല്യമ്മാവനോട് ഇത്രയധികം പ്രതികാരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടാ, അതെനിക്ക് ഇന്നോ ഇന്നലെയോ തോന്നിയതല്ല, അങ്ങ് സൂര്യമംഗലം കോലോത്ത് വെച്ച് തുടങ്ങിയതാ. എൻ്റെ മോഹങ്ങളെയെല്ലാം തല്ലിക്കൊഴിച്ച ആ ഒരാളെ ഞാൻ അവിടെ വെച്ച് തന്നെ അങ്ങ് ഇല്ലാതാക്കി. അങ്ങനെ പത്മാവതിയുടെ അച്ഛനെ ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തതും കഴുത്ത് ഞെരിച്ച് കൊന്നതുമൊക്കെ അംബിക ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്. അങ്ങനെ ഇവനെ ഞാൻ കൊല്ലില്ല, എനിക്ക് ഇവൻ്റെ നാശം മാത്രം കണ്ടാൽ മതി. അവൻ കടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം. ഇതൊക്കെ കേട്ടിട്ട് ദീപക്ക് മനസ്സിൽ പറയുക, എന്നാൽ എനിക്കങ്ങനെയല്ല. പ്രതാപവർമ്മ തകർത്തത് എൻ്റെ സ്വപ്നങ്ങളെയാ. ഇപ്പോൾ സാന്ദ്ര എന്ന എൻ്റെ സ്വപ്നം. അതുകൊണ്ട് ഇയാളെ ഞാനങ്ങ് തീർക്കും. അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് അമ്മയങ്ങ് എടുത്തോട്ടെ എന്നിങ്ങനെ ആലോചിച്ച് ദീപക്ക് ചിരിക്കുക. ദീപക്ക് ചിരിക്കുന്ന കണ്ടുകൊണ്ട് അംബിക ചോദിക്കുന്നു, എന്താടാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? എൻ്റെ ഭാവി സ്വപ്നങ്ങളെ ഓർത്ത് ഞാൻ ചിരിച്ചതാമ്മേ. അമ്മയ്ക്കൂടെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ അമ്മയോട് പിന്നീട് പറയാം. രാവിലെ ഉറക്കമുണർന്ന് രാജു നോക്കുമ്പോൾ ഋതിക നല്ല ഉറക്കത്തിലാണ്. രാജു പതുക്കെ എഴുന്നേറ്റ് ഋതികയുടെ തലക്കീഴിൽ വന്ന് ഇരുന്നിട്ട് പറയുന്നു, പാവം നല്ല ഉറക്കത്തില, ഉറങ്ങിക്കോട്ടെ, മരുന്നിൻ്റെ സെഡേഷനാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞിങ്ങനെ ഋതികയെ മെതുകെ തലോടുന്നുണ്ട് രാജു. ഋതിക പതുക്കെ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്നു. ക്ഷീണമാണെങ്കിൽ കിടന്നോളൂ മേഡം. ഈ സമയം കൊച്ചമ്മണി വീണ്ടും രാജുവിൻ്റെയും ഋതികയുടെയും ബെഡ്റൂമിൻ്റെ വാതിൽക്ക് വന്നിങ്ങനെ നിൽക്കുവാണ്. പുതിയ പാരയ്ക്കുള്ള ചിന്തേരിടാം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഋതിക പറയുക, ഇന്നലെ ആ മരുന്ന് കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ബോധം കെട്ട പോലെ കിടന്നങ്ങ് ഉറങ്ങുമായിരുന്നു. രാജു സീരിയസ് ആയിട്ട് എന്തോ പറയാൻ തുടങ്ങുമായിരുന്നല്ലോ, അതെനിക്ക് എന്തോ ഓർമ്മയുണ്ട്. പക്ഷേ എൻ്റെ ആ മയക്കം കാരണം എനിക്ക് അങ്ങോട്ടൊന്നും ഓർക്കാനോ ഒന്നും കേൾക്കാനോ പറ്റിയില്ല. രാജു പറയുക, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, പക്ഷെ ആര് കേൾക്കാൻ? ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മേഡം നല്ല ഉറക്കത്തിലായിരുന്നു. അത് സാരമില്ല രാജു ഇപ്പം പറഞ്ഞു, ഞാൻ കേട്ടോളാം രാജു പറഞ്ഞു. അപ്പോൾ കൊച്ചമ്മണി വാതിക്കൽ നിന്നുകൊണ്ട് മനസ്സിൽ പറയുക, എല്ലാം കേൾക്കാൻ ഒരാൾ മുകളിലുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാം കേൾക്കാൻ ഈ വാതിക്കൽ ഈ കൊച്ചമ്മണി നിൽക്കുന്നുണ്ട്. ഒന്ന് കേട്ടതാ, ഏതായാലും ഒന്നും കൂടി കേൾക്കാം. മാഡം അതൊക്കെ ഒരു പ്രത്യേക മൂഡിൽ പറയേണ്ടതാ. അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത്. അതിനെന്താ രാജു, കുഴപ്പമില്ല. രാജു ഇപ്പം പറഞ്ഞോ. രാജു ഒന്നും മിണ്ടുന്നില്ല. കൊച്ചമ്മണി അപ്പുറത്തുനിന്ന് മനസ്സിൽ പറയാം, എടപ്പ എങ്കോന്താ പറയടാ മനസ്സിലുള്ളത്. ഇവൻ എന്താ ഒന്നും പറയാതിരിക്കുന്നത്? രാജുവിന് എന്ത് പറയണമെന്നറിയാതെ ഒരു ടെൻഷനോടെ അങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് പറയുക, എന്നാൽ ഞാൻ പറയട്ടെ. പറ രാജു. ആരോ ആ വാതിലിൻ്റെ അരികിൽ നിൽക്കുന്ന പോലെ രാജുവിന് പെട്ടെന്ന് തോന്നുന്നുണ്ട്. രാജു ഒന്നും മിണ്ടാതെ പതുക്കെ എഴുന്നേറ്റ് ചെന്ന് ആ വാതിൽ അങ്ങോട്ട് തുറക്കുകയും കൊച്ചമ്മണി അകത്തോട്ട് വീഴാനൊരുങ്ങുകയും കൂടാണ്. രാജു കൊച്ചമ്മണി ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട്. ഋതികയാണെ കണ്ണു തള്ളി ഇങ്ങനെ കൊച്ചമ്മണിയെ തന്നെ നോക്കുവാണ്. ഒരു ചമ്മലോടി കൊച്ചമ്മണി ഋതികയെ നോക്കി പറയാം, മേ കമിൻ പ്ലീസ്. അല്ല, നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? അപ്പൊ രാജു ചോദിക്കുക, എഴുന്നേൽക്കാതാണോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? കൊച്ചമ്മണി അവിടെ തന്ത്രം പ്രയോഗിക്കുക, നിങ്ങളുടെ ബെഡ്റൂമിന്റെ കതവ് തുറക്കാത്തത് കൊണ്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നതാ. എന്നാലേ ആരും വിളിച്ചെഴുന്നേൽപ്പിക്കാതെ ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ അറിയാം. രാജു ദേഷ്യത്തോട് പറയുവാണ്. മനസ്സിലായല്ലോ അളിയൻ്റെ അമ്മയ്ക്ക്? മോനെ, അതൊക്കെ മോൻ അറിയാവുന്ന എനിക്കറിയാം. എന്നാലും ചില കാര്യങ്ങളൊക്കെ മുതിർന്നവർ പറഞ്ഞു കൊടുക്കണമല്ലോ. കല്യാണം കഴിഞ്ഞ് മധുവിധുകാലം കഴിയാത്ത പെൺകൊച്ചുകളെ അതിരാവിലെ എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ ഉടനെ ഭർത്താവിൻ്റെ കാൽപാദം തൊട്ട് തൊഴുതിട്ട് പോയി അടിച്ച് നനച്ച് കുളിക്കണം. എന്നിട്ട് വേണം സൂര്യ നമസ്കാരം ചെയ്യാൻ.
ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വെളുപ്പിനൊരു 3-3:30 അങ്ങ് എഴുന്നേൽക്കും. എന്നിട്ട് 1-2 മൈലുകൾ താണ്ടി ചെന്ന് ഒരു പുഴയിലോട്ടെടുത്തങ്ങ് ചാടും. എന്നിട്ട് അവിടെ കിടന്ന് കുളിച്ചിട്ട് വേണം വീട്ടിൽ വന്ന് ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കാൻ. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ കാലിൽ വീണ്ടും ഒന്നുകൂടെ തൊട്ടു തൊഴണം. അത് കേട്ടിട്ട് രാജു ചോദിക്കുക, അല്ല എന്തിനാ എപ്പോഴും ഭർത്താവിൻ്റെ കാല് തൊട്ടിങ്ങനെ തൊഴുന്നത്? അത് പിന്നെ മോനെ അവസാനം ആവുമ്പോഴേ ആ കാലെ പിടിച്ച് വാരി അലക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം തൊട്ടു തൊഴുന്നത്. ഇത് കേട്ടിട്ട് ഋതിക ദേഷ്യത്തോടെ കൊച്ചമണിയെ ഒന്ന് നോക്കിയിട്ട് ഋതിക എഴുന്നേറ്റങ്ങ് പോവുക. അപ്പോൾ കൊച്ചമണി പറയും, ഓ കാലേ വാരി അടിക്കുന്നത് മൂപ്പിലാത്തേക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. ദേഷ്യത്തോടെ രാജുവും കൊച്ചമണിയും ഒന്ന് നോക്കിയിട്ട് രാജു അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയത് കണ്ടിട്ട് കൊച്ചമണി പറയാം, അല്ലേ എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? അംബിക ഈ സമയം പൂജാ റൂമിൽ നിന്ന് ഒരാരതി തട്ടുമൊക്കെ ആയിട്ട് വരുവാണ്. അത് കണ്ടിട്ട് യാമിനി ചോദിക്കുന്നു, എന്താ ആരതിയൊക്കെ എടുക്കാൻ പോകുന്നത്? ഇവിടെ വല്ല ചടങ്ങ് വല്ലതും നടക്കുന്നുണ്ടോ? അതോ ഇനി ഏതെങ്കിലും വിശിഷ്ട അതിഥികൾ വല്ലതും വരുന്നുണ്ടോ? അപ്പോൾ ദീപക്കും അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക പറയുക, വിശിഷ്ട അതിഥികളെ സ്വീകരിക്കാനും ഒന്നുമല്ല, ഇതെൻ്റെ ആങ്ങളെ അനുഗ്രഹിച്ചയക്കാനുള്ളതാ. ഇന്നേ പ്രതാപൻ്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയാ, പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്ന കമ്മിറ്റിയാ. അതുകൊണ്ടാണ് ഞാൻ അവനെ ആരതി ഒഴിഞ്ഞ് അയക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ കേട്ടിട്ട് യാമിനി മനസ്സിൽ പറയാ, ഒരാത്മാർത്ഥതയില്ലാത്ത അനുഗ്രഹിക്കൽ എന്നാണോ പ്രതാപേട്ടൻ ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഒന്ന് മനസ്സിലാക്കുന്നത്? എന്താ യാമിനി ഞാനിത് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തൊരു മഴക്കാറോ? അതിന് മഴക്കാറും മഴവില്ലും ഒക്കെ അങ്ങ് മാനത്തല്ലേ ചേച്ചി? അതിന് ചേച്ചി എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ എങ്ങനെ കാണാൻ പറ്റുന്നത്? ഈ സമയം പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനിയോട് ചോദിക്കുന്നു, ശേഖരൻ എവിടെ യാമിനി? രാവിലെ ടൗൺ വരെ ഒന്ന് പോയിരിക്കുവാ ഏട്ടാ, വൈകിട്ടേ തിരിച്ചു വരൂ. ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയാ, ഞാൻ പോയിട്ട് വരാം എന്നിങ്ങനെ പ്രതാപൻ പറയുന്നു. രാജു വരണ്ടേ എന്നിങ്ങനെ യാമിനി ചോദിക്കുന്നുണ്ട്. പാർട്ടി കമ്മിറ്റി അല്ലേ, അതിന് രാജു വരേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പ്രതാപൻ പറയുന്നു. അംബിക ഉടനെ പ്രതാപനോട്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോവുമല്ലേ, ദൈവാനുഗ്രഹത്തോടെ പോകണം എന്നും പറഞ്ഞ് പ്രതാപനെ അങ്ങോട്ട് ആരതി ഒഴിയുവാണ്. അംബികയുടെ വഞ്ചനയും ക്രൂരതയും ഒന്നും മനസ്സിലാകാതെ പ്രതാപൻ ആ ദീപം തൊട്ട് തൊഴുതിട്ട് പോയിട്ട് വരാൻ ചേച്ചി എന്നും പറഞ്ഞ് പോവുകയാണ്. പ്രതാപൻ പോയി കഴിഞ്ഞപ്പോൾ യാമിനിയും അങ്ങ് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ദീപക്ക് പറയുക, എൻ്റെ അമ്മയുടെ അഭ്യാസം കണ്ടിട്ട് ഞാൻ അടക്കിപ്പിടിച്ച് ചിരിക്കുമായിരുന്നു. ഇന്നലെ വരെ അമ്മാവനെ ഒതുക്കാൻ വേണ്ടി മന്ത്രവാദിനിയെ കണ്ട എൻ്റെ അമ്മ ഇപ്പോൾ ആരതി ഒഴിഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നു. ഒരു വശത്ത് ചെകുത്താൻ സേവ, മറുവശത്താണെങ്കിലോ അനുഗ്രഹ പൂജ. അവനെ ഞാൻ ആരതി ഒഴിഞ്ഞു വിട്ടതേ അനുഗ്രഹം ചൊരിഞ്ഞിട്ടാണെന്ന് നീ വിചാരിച്ചോ? അംബിക ഇങ്ങനെ പറയുന്നത് കേട്ട് ദീപക് ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുവാണ്. ഈ സമയത്ത് അംബികയാണെങ്കിൽ ദേഷ്യത്തോടെ എന്തൊക്കെയോ പ്ലാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനെ ആരതി ഒഴിഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടതുപോലെ ആ ദുഷ്ട എന്താണോ ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്നും അറിയാതെ പ്രതാപൻ സന്തോഷത്തോടെ പോയിരിക്കുവാണ്. നമ്മുടെ രാജു ഋതിയോടുള്ള പ്രണയം തുറന്ന് പറയാൻ ഒരുങ്ങുമ്പോഴൊക്കെ ഈ കൊച്ചമ്മണി വീണ്ടും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ? കൊച്ചമ്മണി കാണിക്കുന്ന ഈ പാരപ്പണിയെല്ലാം ഋതിക കണ്ടുപിടിച്ച് കൊച്ചമ്മണിയെ അവിടെ നിന്ന് ഓടിക്കുന്ന ആ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.